ഹലോ കൂട്ടുകാരെ, കിളിക്കൂടിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് തേങ്ങ ഇടാനായിട്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ തേങ്ങയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ആൾ പോയി. അപ്പോൾ അവർ പോയതിന് ശേഷം എനിക്ക് അതുവരെ കെട്ടിയിട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ കെട്ടൊക്കെ അഴിച്ചു വിട്ടപ്പോൾ എനിക്ക് വന്ന് കിടക്കുന്ന കിടപ്പ് കണ്ടോ, ഓലയിലൊക്കെ ഏറ്റവും അടിയിലായിട്ടൊക്കെ കിടക്കണം. അപ്പോൾ അതിൽ ഓല ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ചൂലുണ്ടാക്കാൻ വന്നു. അപ്പോൾ ചൂലൊക്കെ ചെയ്യുന്ന സമയത്തും ആളുതാ എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. എനിക്ക് അപ്പോൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഇന്ന് മൊത്തം. അപ്പോൾ അങ്ങനെ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ അടുത്ത കുന്നൂർ ശാലയിൽ സദ്യ ഉണ്ടെന്ന് അറിഞ്ഞേ. അപ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അടുത്ത വീട്ടിലെ 2 കുട്ടികളും കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ നല്ല ഭംഗിയുള്ള 2 ചെടിയൊക്കെ കണ്ടു. അപ്പോൾ ആ ചെടിയൊക്കെ വീഡിയോ എടുത്ത് നല്ല ഭംഗിയുണ്ടായിരുന്നേ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഉള്ള വീഡിയോ എടുക്കാൻ പറ്റിയില്ല, തിരിച്ച് വരുന്ന വീഡിയോ ആണ്. തിരിച്ച് നമ്മളിതാ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഒരു വഴിയിൽ ഒരു പട്ടിക്കുഞ്ഞിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മോക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടുള്ള തുള്ളി ചാടയാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു പട്ടിക്കുഞ്ഞിനെ നമുക്ക് കിട്ടിയേ. അപ്പോൾ ആരാണെന്നറിയില്ല, വഴിയിൽ ഉപേക്ഷിച്ച് പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മളും ഉപേക്ഷിക്കാതെ നമ്മളതിനെ എടുത്ത് നമ്മളെ വീട്ടിൽ കൊണ്ടുവരികയാണ്. നമ്മൾക്ക് മോക്കൊക്കെ നല്ല സന്തോഷമായി. നമ്മൾ അതിനെ തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ വീട്ടിലോട്ട് കൊണ്ടുവരിക. അപ്പോൾ നമ്മളൊരു തോട്ടം വഴിയാണ്, പെട്ടെന്ന് ഷോർട്ടാണ്, ഇത് കൂടെ കയറി പോകാൻ പറ്റും. അപ്പോൾ അതുവഴിയാണ് നമ്മൾ പോയത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വന്നപ്പോൾ വേറൊരു പട്ടിക്കുഞ്ഞിനെ കൂടെ നമുക്ക് കിട്ടിയായിരുന്നു. നമുക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അപ്പോൾ നമുക്ക് വീട്ടിൽ പോയി നോക്കാം നമ്മുടെ നിക്കി എന്താണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. പണ്ട് നമ്മുടെ വീട്ടിൽ ഒരു പൂച്ച കുഞ്ഞ് മോളെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന് നിക്കിയൊക്കെ കാണിച്ചപ്പോൾ ഒരടിയേ കൊടുത്തുള്ളൂ. അതോടെ അത് ചത്ത് കേട്ടോ. അതുപോലെ ആണോ ഇതെന്ന് നമുക്ക് നോക്കാം. നിക്കിയുടെ ഫ്രണ്ടിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. നിക്കിക്ക് ആദ്യം ഒരു മൈൻഡൊന്നും ഇല്ലാതെയാണ് നിൽക്കണത്. വലിയ താല്പര്യമൊന്നുമില്ല നിക്കിക്ക്, മാറിയൊക്കെ പോകുന്നുണ്ട്. എങ്കിലും ഇഷ്ടപ്പെടാത്ത രീതിയിലൊക്കെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് രണ്ടുപേരും നമ്മളുള്ള വേറൊരാളെ കൂടെ കിട്ടിയെന്നത് ആ ആളാണ്. അത് അങ്ങനെ 2 പട്ടിക്കുഞ്ഞുങ്ങളെയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അവർക്ക് അവർ ഒരമ്മയുടെ മക്കളാണോ തോന്നുന്നു. അപ്പോൾ അവർ നല്ല സന്തോഷത്തിലാണ്. അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചതുകൊണ്ട് നല്ല സന്തോഷത്തിലാണ്. അങ്ങനെ അവർ തമ്മിൽ നല്ല കളിയും ഒക്കെ ഉണ്ട്. അപ്പോൾ ദൈവം ഇങ്ങനെയുള്ള പട്ടിക്കുഞ്ഞുങ്ങളെയൊന്നും വഴിയിലൊന്നും ഉപേക്ഷിച്ച് പോകരുത്. അതിൽ പരം പാപമൊന്നുമില്ല. അപ്പോൾ നമ്മൾ കണ്ടതുകൊണ്ട് നമ്മൾ രണ്ടാളെ ഞങ്ങൾ കൂടെ കൂട്ടിയിട്ടുണ്ട്. ഒരാളെ ഞങ്ങളും എടുത്ത്, ഒരാളെ തൊട്ട വീട്ടിൽ ഒരാളും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യരുത്. ജീവനല്ലേ എന്തൊക്കെ പറഞ്ഞാലും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യരുത്. അപ്പോൾ ഞങ്ങളെന്തായാലും ഒരാളെ വളർത്താൻ തീരുമാനിച്ചു. നിക്കിക്ക് പോകെ ഇഷ്ടമാവുമായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സഹായിക്കണേ. ബൈ.